ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അനുഗ്രഹീതമായ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ നാം നിലകൊള്ളുമ്പോൾ ഈ പവിത്രമായ മാസത്തിലെ പ്രത്യേകമായ അമലുകളെയും ഈ മാസത്തിന്റെ മഹത്വവും നാം മനസ്സിലാക്കി വളരെ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുക. കാരണം ആദരമാകുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ദുൽഹിജ്ജ മാസത്തിന്റെ മഹത്വം നമ്മെ മനസ്സിലാക്കി തരുന്നുണ്ട്. അള്ളാന്റെ റസൂല് പറയുകയാണ്, സയ്യിദു ശുഹൂരി റമളാൻ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമായ മാസങ്ങളുടെ നേതാവ് അത് പരിശുദ്ധമായ റമളാൻ മാസമാണ്. എന്നാൽ അതേ ഹബീബായ തങ്ങൾ പറയുകയാണ്, സയ്യിദു ശുഹൂരി റമളാൻ, അതായത് മാസങ്ങളുടെ നേതാവ് പരിശുദ്ധമായ റമളാൻ ആണെങ്കിൽ അള്ളാന്റെ റസൂല് പറയുകയാ, ഏറ്റവും പവിത്രതയുള്ള ഒരു മാസമാണ് ദുൽഹിജ്ജ മാസമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്. മാസങ്ങളുടെ നേതാവ് പരിശുദ്ധമായ റമളാൻ മാസമാണെങ്കിൽ ഏറ്റവും കൂടുതൽ പവിത്രതയുള്ള ഒരു മാസമാണ് ഞാനും നിങ്ങളും ഇന്ന് നിലകൊള്ളുന്ന ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം. അതുകൊണ്ട് തന്നെ ഈ മാസം നമ്മൾ വളരെ കൂടുതൽ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം ഈ മാസത്തിലെ ഇബാദത്തുകൾ ചെയ്യുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണെന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ 9ാമത്തെ ദിവസമാണ് അറഫ ദിനം. അതിന്റെ മഹത്വത്തെ കുറിച്ച് ഒരുപാട് അല്ലാഹുവിന്റെ റസൂല് നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ മാസത്തെ, അതായത് ഈ ദുൽഹിജ്ജ മാസത്തിലെ അറഫ നോമ്പ് ഈ വരുന്ന ഞായറാഴ്ചയാണ്. അത് എല്ലാവരും പിടിക്കുക. അള്ളാഹു നന്മയായ കാര്യങ്ങളിൽ മുന്നേറാനുള്ള ഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 16-ാം തീയതി ഞായറാഴ്ച ഈ അറഫ ദിനമായി നമ്മൾ കേരളത്തിൽ പ്രഖ്യാപിച്ചു. അങ്ങനെ അറഫ ദിനത്തിന്റെ നോമ്പ് 16-ാം തീയതി ഞായറാഴ്ചയാണ്. തിങ്കളാഴ്ച നമ്മൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. എന്നാൽ എന്റെ പ്രിയമുള്ളവർ, ഈ അറഫ ദിവസത്തെ അറഫ നോമ്പിനെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെയേറെ അതിന്റെ മഹത്വങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. എങ്ങനെ? النبي قتادة رضي الله عنه أن رسول الله صلى الله عليه وسلم سئل عن صوم يوم عرفة قال كفارة سنتين. ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അറഫ ദിവസത്തെ നോമ്പിനെ തൊട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, കഫാറത്തുൻ സനതൈൻ, അത് 2 വർഷത്തെ പാപങ്ങൾക്ക് കഫാറത്തുൻ, അത് പരിഹാരമാണ്. കഫാറത്ത് അത് പരിഹാരമാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരുകയാ. 2 വർഷത്തെ കഫാറത്തു സനതൈൻ, അതായത് 2 വർഷത്തെ പാപങ്ങൾക്ക് പരിഹാരമാണ് അറഫ നോമ്പെന്ന് അള്ളാന്റെ റസൂല് പറയുകയാ. തീർന്നില്ല. നബി സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗമു യൗമി അറഫ കഫാറത്തു സനത്തിൽ മാദിയതി വസനത്തിൽ മുസ്തഖ്ബലതി. ആദരവാകുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് മഹാനായ അബീ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ മനസ്സിലാക്കണേ മുസ്ലിമേ. സൗമു യൗമി അറഫ, അറഫ ദിവസത്തെ നോമ്പ് കഫാറത്തു സനത്തിൽ മാദിയതി, അത് കഴിഞ്ഞു പോയ 1 വർഷത്തെ പാപത്തിന് പരിഹാരമാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞെങ്കിൽ അതേ ഹബീബായ തങ്ങൾ അവിടുന്ന് പറയുകയാ, വസനത്തിൽ മുസ്തഖ്ബലതി, ഇനി വരാനിരിക്കുന്ന വർഷത്തെയും പാപത്തിന് പരിഹാരമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതായത് കഴിഞ്ഞുപോയ വർഷത്തെയും ഇനി വരാനിരിക്കുന്ന വർഷത്തെയും പാപം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും ഈ അറഫ നോമ്പ് പിടിച്ചാൽ. അത്രമാത്രം മഹത്വമുള്ള ഒരു നോമ്പാണ്. അതുകൊണ്ട് ആരും നിസാരതയോടെ കാണാതെ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ ആ ദിവസം നോമ്പ് പിടിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയൊരു ഹിക്മത്തുണ്ട് പ്രിയമുള്ളവരെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിൽ എന്താണെന്നറിയുമോ? വസനത്തിൽ മുസ്തഖബലത്തി, വരാനിരിക്കുന്ന വർഷത്തെയും പാപം അല്ലാഹു പുറത്തു തരുമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം പണ്ഡിതന്മാര് നമുക്ക് വിശദീകരിച്ച് മനസ്സിലാക്കി തരുന്നുണ്ട്. അതായത് ഈ അറഫ നോമ്പ് പിടിക്കുന്നവർക്ക് ഒരു വർഷത്തെയും ആയുസ്സും കൂടി അല്ലാഹു കൂട്ടിക്കൊടുക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസിൽ നിന്ന് എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിലാക്കാം. കാരണം എന്തേ? ഇനിയും ഒരു വർഷം കൂടെ ജീവിച്ചാലല്ലേ, മുന്നോട്ട് ജീവിച്ചാലല്ലേ അവന്റെ ജീവിതത്തിൽ പാപം സംഭവിക്കുകയുള്ളൂ. ജീവിച്ചില്ലെങ്കിൽ പാപം സംഭവിക്കുവോ? ഇവിടെ മനസ്സിലാക്കണം. അപ്പൊ എന്താണ്? ഒരു വർഷത്തെയും കൂടെ പാപം സംഭവിക്കുമ്പോഴാണ് അള്ളാഹു അത് പുറത്തു തരുമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു വർഷം കൂടെ അവൻ ആയുസ് അള്ളാഹു നീട്ടിക്കൊടുക്കുമെന്നാണ് എന്ന് പറഞ്ഞ് പാപം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ലൈസൻസ് ആണെന്ന് നമ്മൾ വിചാരിക്കരുത്. കാരണം ഈ നോമ്പിന്റെ ഒരു പ്രതിഫലമാണ് പറഞ്ഞത്. ഒരു വർഷവും കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് അവന് ആയുസ് നീട്ടിക്കൊടുക്കും ഈ നോമ്പ് പിടിച്ച അറഫ ദിവസത്തെ നോമ്പ് പിടിച്ചാൽ. അള്ളാഹു ഇതിന്റെ മഹത്വം മനസ്സിലാക്കി, ഇതിന്റെ പവിത്രത മനസ്സിലാക്കി, ഇതിന്റെ മഹത്വം മനസ്സിലാക്കി, ഗ്രേറ്റ്നെസ് മനസ്സിലാക്കി ഈ അമലുകളിലെല്ലാം മുന്നേറി നാളെ സ്വർഗം കരസ്ഥമാക്കുന്നവരുടെ ഗണത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.